പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് കണ്ടു കാണാം. രണ്ട് മക്കളും ഒരു ഭാര്യയും ഭർത്താവും കൂടെ മരിച്ചത്. നമ്മുടെ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും ദാരിദ്ര്യം കാരണം ജീവനൊടുക്കിയ ഒരു കുടുംബത്തിന്റെ കഥ കേട്ട് സത്യത്തിൽ വിഷമം തോന്നുകയാണ്. ഒരു വീടില്ലാതെ ദാരിദ്ര്യം കാരണം കുഞ്ഞു മക്കളുമായിട്ട് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ അവരെന്ത് ബുദ്ധിമുട്ടിലായിരിക്കും, എന്തുമാത്രം പ്രയാസത്തിലായിരിക്കും അവർ കടന്നുപോയെന്ന് ഇത്ര ചിന്തിച്ചിട്ട് മനസ്സിന്റെ ആ പ്രയാസം അങ്ങോട്ട് മാറുന്നില്ല. സത്യത്തിൽ ആ കുഞ്ഞുമക്കളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒരുപാട് പേര് ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു എത്രയോ 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 ആൾക്കാരെ സഹായിക്കുന്ന നല്ല മനസ്സായ ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവരെയൊന്നും ആരും കാണാതെ പോയല്ലോ എന്നാണ്. അവർ ഈ മരിക്കുന്നതിന് മുമ്പ് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, ഓരോ സ്ഥലങ്ങളിൽ പോയി അവരെ കാര്യങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടാണ് അവർ ഈ മരണത്തിലേക്ക് കടന്നുപോയത്. സത്യത്തിൽ എത്രയോ കോടിക്കണക്കിന് രൂപകൾ മുടക്കി നമ്മൾ ആരാധനകൾ പണിയുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മനുഷ്യരൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, കിടക്കാൻ ഒരു വീടില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് ആരും അറിയാതെ പോകുന്നത് എന്താണെന്നാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. വളരെ ദയനീയമായി പോയി. കണ്ടിട്ട് സത്യത്തിൽ ഒരുപാട് വിഷമം തോന്നി കേട്ടോ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ നാട്ടിലെ എത്രയോ സംഘടനകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ ഏത് സ്ഥലത്ത് പെട്ടതാണോ അവരൊക്കെ അത് അന്വേഷിച്ച് ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തിന് രക്ഷപ്പെടുത്തൂലായിരുന്നു. കണ്ടിട്ട് മനസ്സിന് ഒരുപാട് വിഷമം തോന്നിയ ഒരു രംഗമായിരുന്നത്. രണ്ട് പിഞ്ചു മക്കളും ഒരു അച്ഛനും അമ്മയും കൂടെ ജീവൻ ഒടുക്കി കളഞ്ഞ രംഗം കണ്ടിട്ട് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.